അറിയാം ഒന്നും തീരെ ശരിയില്ല എന്നുള്ള കാര്യം. അത് നിങ്ങൾക്കും അറിയൂ? പിന്നല്ല. നാട്ടുകാരൊന്നും തീരെ ശരിയില്ല പ്രമോട്ടാ. ആരും നന്നാന്ന് ഇഷ്ടമല്ല. ആന്യാപ്പ എല്ലാം കണക്കന്നെയാ. കഴിഞ്ഞ ദിവസം നമ്മുടെ ദിനൂപ് ഗൾഫിൽ പോയി അല്ലേ? അത് നന്നാവുന്നില്ല. ആ നേടപ്പോയാൽ നന്നാവില്ല. ഓ നന്നാവൊന്നും ചെയ്യില്ലപ്പ ഏട്ടാ. നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയാ? അതെ. ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിത്തരാം. നിങ്ങൾക്ക് ഈ കിട്ടുണ്ണേട്ടനെ അറിയാം? നമ്മളെ പച്ചക്കറി നടത്തും. ആ അതന്നെ. കിട്ടുണ്ണേട്ടനൊരു മോളില്ലേ? മോൾ എങ്ങനെയാ ആള്? രാജേ, ഇത് കേസ് വേറെയാന്ന് തോന്നുന്നല്ല മോനെ. ഈ നാടത്ര ശരിയില്ല കേട്ടാ. വിട്ടോ. അല്ലല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നല്ല. ഇവിടെ എന്നെ പോലത്തെ മാന്യന്മാരുള്ള അന്യം പ്രമോദാട്ടിനെയും പോലത്തെ മാന്യന്മാരുള്ള നാടായത്. ഇവിടെ നിന്റെ കളിയൊന്നും നടക്കൂല. നീ വിട്ടോ മോനെ. ഞാൻ ആ കുട്ടിക്ക് ഒരു ആലോചനയായിട്ട് വന്നതാണ്. ഞാൻ തന്നെയാ ചെക്കെ. നിങ്ങൾ നാട്ടുകാരാകുമ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതാ നല്ല കുട്ടിയാ, നല്ല സ്വഭാവ കുട്ടി. പക്ഷേ കോളേജിലെ പോക്ക് വരവെല്ലാം സുനീതപ്പന. ഏത് സിനിമടാ? മറ്റേ കേസിനെ പിടിച്ചേ. ഓ അതാ. ഓന്റെ പേരിൽ ഒരുവിധം കേസെല്ലാം ഉണ്ട് കേട്ടാ. പക്ഷേ ഈ നല്ല കുട്ടിയാ. എന്നാ ശരി ഏട്ടാ. ശരിയാ, താങ്ക്സ് ഉണ്ട് ഏട്ടാ. നമുക്ക് കാണാം. രാജി, അപ്പോഴത്തേക്ക് ചെക്കും കിട്ടിയാ? ചെക്കല്ല, ഇതെന്റെ കല്യാണക്കത്താന്ന്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാ? രണ്ടും കൂടി എന്റെ കല്യാണം മുടക്കാൻ നോക്കിയല്ലേ? അടുത്ത മാസം കല്യാണമാണ്. ആരെയാ കെട്ടാൻ പോകുന്നറിയാ? നിങ്ങളെല്ലാം കൂടി മുടക്കാൻ നോക്കിയിട്ടില്ലേ? കിട്ടുന്നേട്ടൻ്റെ മോള്, ഓളെ തന്നെയാ ഞാൻ കെട്ടുന്നത്. നിങ്ങളെപ്പോലെയുള്ള ഓരോന്നും എല്ലാ നാട്ടിലും ഉണ്ട്. നാട്ടിന്റെ ശാപം മാത്രം നിങ്ങളെല്ലാം. ഇനി ആടെയും വന്ന് പോയി പഠിക്കാൻ നിൽക്കറ്. എന്നാ കിട്ടുന്ന വെച്ചാൽ നക്കിയിട്ട് പോയിക്കോളാം രണ്ടും കൂടി. ഹലോ, ആദിയാ? അശ്വിൻ വെറ്റ്സ് ജാനു. കല്യാണം മുടങ്ങി ഏട്ടാ. ഓള് വേറെ ആളെപ്പുറം പോയി. നിങ്ങൾ പറഞ്ഞ ശരിയാ ഏട്ടാ. ഇനിന്റെ ആവശ്യമില്ലല്ലോ.